നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിൽ. മണപ്പുറത്തിന്റെ മണ്ണിൽ ആവേശത്തിരയിളക്കി കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. സാംസ്കാരിക പൈതൃകം വിളിച്ചോതി ഘോഷയാത്ര. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊഡ്വാളും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആയുർവേദാചാര്യൻ ഡോക്ടർ KG രവീന്ദ്രനും ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഉത്സവമാക്കുകയാണ് ഏവരും. എല്ലാ പ്രേക്ഷകർക്കും ഓർബിറ്റ് ഗ്രാമീയ ചാനലിന്റെ ക്രിസ്മസ് ആശംസകൾ. One seems to hear words of good cheer from everywhere, filling the air. Oh, holy palm, raising the sound. Oh, heaven dance, all their tones gaily they ring, while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഞായറാഴ്ച പാതിരാ കുർബാനയ്ക്കും പിറവിയുടെ തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരത്തിൽ സേക്രഡ് ഹാർട്ട് യൂണിറ്റ് 1ാം സ്ഥാനവും ഡോൺ ബോസ്കോ യൂണിറ്റ് 2ാം സ്ഥാനവും ക്രൈസ്റ്റ് ഭവൻ യൂണിറ്റ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. KCYMന്റെ നേതൃത്വത്തിൽ പുൽക്കൂടൊരുക്കി. തുടർന്ന് ക്രിസ്തുമസ് കേക്ക് വിതരണം നടന്നു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കൈക്കാരന്മാരായ ജോസഫ് പെരുമാടൻ, ജോസ് എടക്കളത്തൂർ, ഹൈസൺ താണിക്കൽ, കേന്ദ്രസമിതി കൺവീനർ KL വർഗീസ്, സെക്രട്ടറി വിൻസെന്റ് K വർഗീസ്, വേദപാഠം പ്രധാന അധ്യാപകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയൻ കണ്ടത്ത്, ഷൈൻ തോമസ്, PRO ജോയ് CT, കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റുമാർ, ഗായക സംഘം, KCYM പ്രവർത്തകർ, അൾത്താര സംഘം, ദർശന സഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പാതിരാ കുർബാനയ്ക്കും മറ്റ് പിറവി തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും കേക്ക് മുറിച്ച് പിറവി തിരുനാളിന്റെ സന്തോഷവും പങ്കുവച്ചു. ഇടവക തലത്തിൽ നടത്തിയ നാനോ പുൽക്കൂട് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി, ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവരും നേതൃത്വം നൽകി. കാലിത്തൊഴുത്തിലല്ലേ, അപ്പോൾ അവരും കാലികളൊക്കെ മേയുന്ന ആ സ്ഥലത്തൊക്കെയാണ് കിടന്നുറങ്ങുക. നമ്മൾ ബെത്ലഹേമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഷെപ്പേർഡ്സ് ഫീൽഡ്സ് എന്ന് പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വലിയ മലയിടുക്കുകൾ, അതിൻ്റെ അടിവാരത്ത് ഈ ആടുകളെയെല്ലാം ഈ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുക്കി അവരവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ആട്ടിടയന്മാർ
ഇതുപോലെ കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ പിറന്നു എന്ന് കേട്ടപ്പോൾ തങ്ങളിൽ ഒരുവനാണ് അവനെന്ന് മനസ്സിലാക്കി അവർ വലിയ സന്തോഷത്തോടെ ഓടുകയാണ്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. പാതിരാ കുർബാനയ്ക്കും മറ്റു പിറവി തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. വലിയ സന്ദേശമാണ് നൽകുക. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഉത്സവമായ ദിവരക്ഷകന്റെ തിരുപ്പിറവി, മനുഷ്യരുടെ തിരുപ്പിറവി എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സന്തോഷവും സ്നേഹവും സമാധാനം നഷ്ടപ്പെട്ടിടത്ത് പ്രത്യാശയും നൽകുവാനായിട്ട് ഈ ക്രിസ്മസ് കാരണമാകട്ടെ. ഈ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ഡിവൈൻ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആലപിച്ച ക്രിസ്മസ് കരോൾ ഗാനങ്ങൾക്കൊപ്പം മാലാഖമാരുടെ വേഷത്തോടെ കുട്ടികളുടെ നൃത്ത ചുവടുകളും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ KC സണ്ണി, MD ജോഷി, PP സെബാസ്റ്റ്യൻ എന്നിവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പള്ളി അങ്കണത്തിൽ നടത്തിയ ക്രിസ്മസ് ട്രീ മത്സരത്തിൽ സെക്രട്ടേറിയറ്റ് യൂണിറ്റ് 1ാം സ്ഥാനവും കരസ്ഥമാക്കി. Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holy pound, raising the sound. Oh, hail a day, all their tones gaily they ring, while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. Without end. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. കുർബാനയ്ക്കും മറ്റു പിറവി തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ റാഫി തട്ടിൽ കാർമ്മികത്വം വഹിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം വഴി യേശു ലോകത്തിലേക്ക് സ്നേഹവും സമാധാനവുമാണ് കൊണ്ടുവന്നത്. ഈ ക്രിസ്മസ് വഴി ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ആ സ്നേഹവും സമാധാനവും നമ്മളെ കണ്ടുമുട്ടുന്നവരിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പകർത്തി കൊടുക്കുക എന്നൊരു സന്ദേശമാണ്. ഇന്ന് നിങ്ങളിപ്പം ആയിരിക്കുന്നത് കാഞ്ഞാണി സെൻറ് തോമസ് ചർച്ചിലാണ്. ഈ ചർച്ചിൻ്റെ വലിയ മനോഹരമായ ഒരു പുൽക്കൂടിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ പുൽക്കൂട് ഇവിടുത്തെ വിവിധ യൂണിറ്റുകളുടെ ദിവസേനയുള്ള പരിശ്രമങ്ങളുടെ ഒരു ഫലമാണ്. ഇവിടുത്തെ പുൽക്കൂറും ട്രീയും പാപ്പയുമൊക്കെ. അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. പള്ളിയിലെ 10 സംഘടനകളും കുടുംബ കൂട്ടായ്മയും ചേർന്ന് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കി. കാഞ്ഞാണി സെൻറ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അഹോരാത്രം പണിയെടുത്ത് നല്ല രീതിയിൽ പണിതിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് ഭംഗിയോടെ കാണാം. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holy pound, raising the sound. Oh, hail a day. നാട്ടിക 77ാം നമ്പർ അംഗനവാടിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടന്നു. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ആഘോഷം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാപരിപാടികളും വർണ്ണാഭമായി. അംഗനവാടി അധ്യാപിക PK ദീപ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ നടത്തി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരോൾ തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയിൽ അവസാനിച്ചു. കരോളിന്റെ ഉദ്ഘാടനം മുൻ MLA ഗീതാ ഗോപി നിർവഹിച്ചു. ജിഹാസ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. ബാലവേദി ജില്ലാ കോർഡിനേറ്റർ സജിന പർവിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റി കൺവീനർ സീമ രാജൻ, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ, ബാലവേദി ജില്ലാ കമ്മിറ്റി അംഗം S. ആനന്ദ്, ബാലവേദി മണ്ഡലം ട്രഷറർ സീന കണ്ണൻ, VV പ്രദീപ്, TC ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, രജനി അനിൽകുമാർ, കണ്ണൻ രാമനാഥൻ എന്നിവർ നേതൃത്വം നൽകി. സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് പുലരിയെ നമ്മൾ വരവേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതുവർഷത്തെയും 2024 ഈ പുതുവർഷ ദിനത്തിലും ക്രിസ്തുമസ് ദിനത്തിലും നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഒരു സന്തോഷത്തിൻ്റെ പിറവിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ബാലവേദി കൂട്ടായ്മ ഈ സന്തോഷം പങ്കിടാൻ ഒരു ക്രിസ്മസ് കരോളിനോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടികൾ തൃപ്രയാർ സെൻറ്ററിലെ ആ പള്ളിയിൽ വെച്ച് കേക്ക് മുറിച്ചുകൊണ്ടാണ് ആ സന്തോഷം ബാലവേദി കൂട്ടുകാർ പങ്കിടുന്നത്. തൃപ്രയാർ സെന്റ് ജൂഡ് ഇടവക ദേവാലയത്തിൽ പിറവി തിരുകർമ്മങ്ങൾക്ക് റവറന്റ് ഫാദർ സൈജോ തൈക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ കേക്ക് മുറിച്ച് തിരുനാളിന്റെ സന്തോഷം പങ്കുവച്ചു. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ഡ്രോയും നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വട്ടേപ്പം മുറിച്ച് നൽകി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. AC ജോസഫ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഡൈഗോ ദേവസി, വർഗീസ് KA, റിജു കണക്കത്തറ, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, നമ്മുടെ ഈ 5-ാം വാർഡിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഏതൊരു ആഘോഷം നടത്തുകയും ആദ്യത്തെ പരിപാടി അമ്മമാരായിട്ടുള്ള ഒരു കൂട്ടായ്മ നടത്തിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായി ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് കേക്കിന് വരെ നമ്മൾ വട്ടയപ്പമാണ് എല്ലാ ഈസ്റ്ററിനും അതുപോലെ തന്നെ ക്രിസ്മസിനും കൊണ്ടുവരാറ്. അപ്പോൾ ഈ ക്രിസ്മസിനും അതുപോലെ തന്നെ നമ്മൾ വട്ടയപ്പമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കായിക പരിശീലനം നടത്തുന്ന കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ EP അജയ് ഘോഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസർ സൽമ പദ്ധതി വിശദീകരണം നടത്തി. കഴിഞ്ഞ ഒരു വർഷമായി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ബൈക്ക ജൂനിയേഴ്സ് എന്ന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്കാണ് പോഷകാഹാര വിതരണം നടത്തിയത്. കോച്ചുമാരായ മണികണ്ഠൻ വലപ്പാട്, ഭരതൻ വലപ്പാട്, വിനോദ് കുമാർ, കേശവൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർമാരായ പ്രഹർഷൻ, അജ്മൽ ഷെരീഫ്, രക്ഷിതാക്കളായ കണ്ണൻ വലപ്പാട്, ഷിനോയ്, സലീഷ് വലപ്പാട്, ഷിനോജ്, രാജൻ, ഷിബിൻ KM, വിജയലക്ഷ്മി EG, രാധിക TK, ഹെന്ന AM, മനീഷ, രാധാകൃഷ്ണൻ, സന്ധ്യ ES, സുലോചന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അക്ഷരോത്സവം വലപ്പാട് ചന്തപ്പടിയിലെ കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ സ്റ്റേജിലും KC വാസു സ്മാരക ഹാളിലുമായി നടന്നു. മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുൺ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി KA വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലികാദേവൻ, അക്ഷരോത്സവം കോർഡിനേറ്റർ VV ചിദംബരൻ, KK രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് VD പ്രംപ്രസാദ്, PV ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഹാരി ഫാബി നിർവഹിച്ചു. താലൂക്കിലെ 10 പഞ്ചായത്തുകളിൽ നിന്നും 2 മുനിസിപ്പാലിറ്റികളിൽ നിന്നുമായി 300-ൽ പരം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കഴിവുള്ള മറ്റാളുണ്ടാവുമ്പോൾ നമ്മളെ സന്തോഷിക്കുന്നു. ആ ആൾക്ക് കിട്ടിയിട്ടുള്ള 1-ാം സമ്മാനം നമുക്ക് 2-ാം സമ്മാനമാണെങ്കിൽ ആ 1-ാം സമ്മാനം കിട്ടിയാൽ നമ്മൾ അഭിനന്ദിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ യൂത്ത് മാർച്ചിന് ആവേശോജ്വല സ്വീകരണം. ജാഥ ക്യാപ്റ്റൻ AM സ്നൗഫൽ,
വൈസ് ക്യാപ്റ്റൻ നൌഷാദ് തെരുവത്ത്, ഡയറക്ടർ കെ കെ സക്കരിയ, കോർഡിനേറ്റർ എ വി അലി എന്നിവരുടെ നേതൃത്വത്തിൽ ത്രിപുരയിൽ നിന്നും തുടങ്ങിയ മാർച്ച് വാടാനപ്പള്ളിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി, പി കെ ഷാഹുൽ ഹമീദ്, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ആസീസ് മന്ദലാങ്കുന്ന്, ടി എ ഫഹദ്, ഷബീർ പാർമൽ, പി ജെ ജഫീഖ്, സജീർ പുന്ന, MSF സംസ്ഥാന സെക്രട്ടറി എസ് എ അൽ റസീൻ, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബി കെ സമീർ തങ്ങൾ, ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എ അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ത്രിപുര ബസ് സ്റ്റാൻഡ് പരിസരത്ത് TN പ്രതാപൻ MP ജാഥ ക്യാപ്റ്റനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നാട്ടികയിൽ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എ ഷൗക്കത്ത് അലി, ജനറൽ സെക്രട്ടറി റഹ്മത്ത് അലി തളിക്കുളം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എ കബീർ എന്നിവരുടെ നേതൃത്വത്തിലും തളിക്കുളത്ത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി റഹ്മത്ത് അലി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലും ജാഥയെ സ്വീകരിച്ചു. രാജ്യം സ്വതന്ത്രമായത് മുതൽ ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ അഭിമാനം കൊള്ളുകയും രാജ്യത്തിന്റെ മുഖമുദ്രയായി അവ സ്വീകരിക്കുകയും നാളിതുവരെ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനമായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിനപ്പുറം. സംസ്ഥാന തലത്തിൽ വീണ്ടും പുരസ്കാര നേട്ടവുമായി നിതിൻ ദാസ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ കോളേജ് വിഭാഗത്തിലാണ് ഇരട്ട വിജയം നിതിൻ കൈവരിച്ചത്. കോളേജ് വിഭാഗത്തിൽ ഉപന്യാസ മത്സരത്തിൽ സംസ്ഥാനതല മികച്ച ഒന്നാമത്തെ ഉപന്യാസത്തിനുള്ള പുരസ്കാരവും പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനവുമാണ് കൈവരിച്ചത്. നാട്ടിക ശ്രീനാരായണ കോളേജിലെ 2ാം വർഷ മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ നിതിൻ മണലൂർ സ്വദേശികളായ കുറുവങ്ങാട്ടിൽ ഹരിദാസിന്റെയും സിന്ധുവിന്റെയും മകനാണ്. കഴിഞ്ഞ വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുരസ്കാരം ഉൾപ്പെടെ ഇത് 17ാമത് സംസ്ഥാനതല പുരസ്കാരമാണ് നിതിൻ ദാസ് നേടിയെടുക്കുന്നത്. ദേവസ്ഥാനത്ത് കർണാടക സംഗീതവും ഒഡീസി നൃത്തവും മാസ്മരിക വലയത്താൽ പുളകിതമായി. അഭീഷ്ട വരദശ്രീ എന്ന ഹംസധ്വനി രാഗ ഗണപതി കൃതിയിൽ തുടങ്ങിയ ചോറ്റാനിക്കര അജയകുമാറിന്റെ സംഗീത കച്ചേരിയിൽ ബ്രോ ചൊവ്വാരവേര എന്ന ത്യാഗരാജ കൃതിയും ഗൗരി മനോഹരി രാഗത്തിൽ ശ്രീ വിഷ്ണുമായ സ്വാമിനം ഭജരെ എന്ന ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയെ സ്തുതിച്ച് ഗണ്ടച്ചാപ്പ് താളത്തിൽ പൂർണ്ണപ്രകാശർ രചിച്ച കൃതിയും വാതാലയേശം ഹൃദിഭാവയാമി എന്ന ഋഷഭപ്രിയ രാഗ ആദിതാള പൂർണ്ണപ്രകാശർ കൃതി മുഖ്യമായി രാഗാലാപനവും മനോഹര ധർമ്മസ്വര പ്രസ്താരത്തോടെയും പാടി ദേവസ്ഥാനത്തെ സംഗീതപ്രിയരെ ഹർഷപുളകിതരാക്കി. ദേവിക ചാലക്കുടി, ഗൗരിനന്ദൻ ചാലക്കുടി എന്നിവർ സംഗീതാർച്ചനയും നീൽഗ്രീവിൻ്റെ വീണവാദനവും ഉണ്ടായിരുന്നു. ശ്രീരാജ് കലാമണ്ഡലം, രഘു തിരുവമ്പാടി എന്നിവർ വയലിനും, കോട്ടയം മനോജ് കുമാർ, തൃശൂർ B ജയറാം എന്നിവർ മൃദംഗത്തിലും, ആലുവ രാജേഷ് ഘടത്തിലും, ഇരിങ്ങാലക്കുട മുരളീധരൻ മുഗർശങ്കിലും ഗഞ്ചിറയിലും പക്കമേളമൊരുക്കി. മണ്ഡപത്തിൽ നടന്ന ഒറീസ സംസ്ഥാനത്തിൻ്റെ ശാസ്ത്രീയ നൃത്തമായ ഒഡീസി നൃത്തം കൽക്കട്ടയിൽ നിന്ന് എത്തിച്ചേർന്ന ആത്രേയ ദത്തപുരി ജഗന്നാഥനെ സ്തുതിച്ചുകൊണ്ട് വിഷ്ണുവന്ദനം മംഗളാചരണമായി ചെയ്തുകൊണ്ട് വൈഷ്ണവരൂപ സ്തുതികൃതികളാൽ സമ്പന്നമാക്കി. പത്മശ്രീ പങ്കജ് ചരൺദാസിൻ്റെ ശിഷ്യയായ ആത്രേയദത്ത വല്ലഭാചാര്യർ കൃതിയായ മധുരാഷ്ട്രകവും ദേവി കൽപ്പമോക്ഷവും കൊണ്ട് തൻ്റെ നാട്യപാടവം ദക്ഷിണാമൂർത്തി നൃത്തമണ്ഡപത്തിൽ ലാസ്യലയം തീർത്തു. പഴുവിൽ സനാതനയുടെ തിരുവാതിരയും വിയൂർ നിലയുടെ കാളി നൃത്തവും നടന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരസ്വാമി ഉപഹാരങ്ങൾ നൽകി.
ഇനിയൊരു ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. വാർത്തകളിലേക്ക്. മണപ്പുറത്തിന്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഡിസംബർ 31 വരെ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ഇപ്പോൾ 9ാം തവണയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാടിൻ്റെ ഒരു വലിയ ആഘോഷമായിട്ട് മാറുന്ന ഈ ചടങ്ങ് ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജനസമുദ്രങ്ങൾ വന്നു തുടങ്ങി. ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം ആഹ്ലാദത്തിമുറപ്പിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസങ്ങളായിട്ട് മാറുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള ആശംസകളും. ഈ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് പരിസമാപ്തി കുറിക്കട്ടെ. ഇനിയുള്ള വർഷങ്ങളിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, PS ഷജിത്ത്, VR ബാബു, VR ജിത്ത്, പ്രില്ല സുധി, ശ്രേയസ് രാമചന്ദ്രൻ, ഷിബു NS, രാജീവ് PR, നിമോദ് PS, ദേവൻ NV, പ്രിയൻ, KR സിദ്ധൻ, NR രാജൻ, ചിത്രൻ KR എന്നിവർ സംസാരിച്ചു. വൈകിട്ട് എടമുട്ടം കോതകുളത്ത് നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ തൃശൂരിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന പുലിക്കളിയും കൊട്ടക്കാവടിയും കഥകളി രൂപങ്ങളും തമ്പോലവും ചെണ്ടമേളവും അണിനിരന്നു. ആയിരക്കണക്കിന് ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഘോഷയാത്ര ശ്രദ്ധേയമായി. AS സന്തോഷ്, PB ഹിർലാൽ, സന്ധ്യ, KV സംഗീത്, അമ്പാടി, അർച്ചന ജിതിൻ, റീന രാജു, രാജീവ് കിഷോർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. അക്ഷയശ്രീ തളിക്കുളം റീജിയണൽ സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തളിക്കുളം വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അക്ഷയശ്രീ സംസ്ഥാന ട്രസ്റ്റ് മെമ്പർ അനിൽ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജിനോ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു. സംരംഭകത്വവും സാമൂഹിക നേതൃത്വവും എന്ന വിഷയത്തെക്കുറിച്ച് വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് S ജയസൂര്യൻ ക്ലാസ് എടുത്തു. KR രമണൻ, KR അർജുനൻ, വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൽ, ബിന്നി അറക്കൽ എന്നിവർ സംസാരിച്ചു. അക്ഷയശ്രീ അതിൻ്റെ പ്രവർത്തനം 2010-ലാണ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സഹകാർ ഭാരതിയാണ്. സഹകാർ ഭാരതി എന്ന് പറയുന്നത് ഭാരതത്തിലാകമാനം പ്രവർത്തിക്കുന്ന ഒരു
ഒരു സഹകരണ മൂവ്മെന്റാണ്, കോപ്പറേറ്റീവ് മൂവ്മെന്റാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പൊതുസമൂഹം അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സഹകരണ മേഖലയെ കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ അന്നത്തെ സംഘത്തിന്റെ പ്രചാരകനും ആ വിഷയത്തിൽ താല്പര്യമുള്ള ഉണ്ടായിരുന്നതുമായ സ്വർഗീയ ലക്ഷ്മൺ റാവു ഇനാംദാർ, അദ്ദേഹമാണ് ഇന്ന് ലോകാരാധനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ നിന്ന് സമാജം ജനറൽ സെക്രട്ടറി എം വി സുധാകരൻ, മേൽശാന്തി സിജിത് ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ 50ഓളം തീർത്ഥാടകർ ശിവഗിരിക്ക് യാത്ര തിരിച്ചു. സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാജം പ്രസിഡന്റ് ടി വി സുഗതൻ ജനറൽ സെക്രട്ടറി എം വി സുധാകരനെ തീർത്ഥാടന പതാക കൈമാറി. സമാജം മെമ്പർമാരായ വസന്തകുമാർ, ധനേഷ് എന്നിവർ സംബന്ധിച്ചു. അനന്ത് ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് രാവിലത്തെ കാച്ചൂരിയോ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ മരുത്താമലയിൽ പോകുന്നു. മരുത്താമലയിൽ നിന്ന് അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴേക്കും അവർ തിരുവനന്തപുരത്തുള്ള കുന്നുംപുറം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണ്. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അവിടെ കയറും അവർ. അതിന് ശേഷം ശിവഗിരിയിൽ പോയി ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്ത്. എടമുട്ടം സരസ്വതി വിലാസം UP സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ മണി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എടമുട്ടം ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ മുഖ്യാതിഥിയായി. ശാസ്ത്രോത്സവം, കലോത്സവം, സർഗോത്സവം, കായികമേള, LSS, USS എന്നിവയിൽ വിജയികളായ വിദ്യാർത്ഥികളെ പ്രോത്സാഹന സമ്മാനവും സ്പെഷ്യൽ ട്രോഫികൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് പ്രജിനി BS, സ്കൂൾ മാനേജർ C ശാന്തകുമാരി, പ്രധാന അധ്യാപിക KM മഹിജ, സ്റ്റാഫ് സെക്രട്ടറി NA അനുരാഗ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ 1ാം സ്ഥാനം നേടിയ വൈഷ്ണവ് MS-നെ DYFI മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് ഉപഹാരം നൽകി ആദരിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദേവാനന്ദ, വിജയൻ, ഉണ്ണികൃഷ്ണൻ, നിവേദ്, അമീഷ രാജു എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര നൃത്ത സംഗീതോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊട്വാളിനും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ ആയുർവേദാചാര്യൻ ഡോക്ടർ KG രവീന്ദ്രനും നൽകി ആദരിച്ചു. യഥാക്രമം 1,00,000 രൂപയും 50,000 രൂപയും പ്രശസ്തി പത്രവും വിഷ്ണുമായ ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. ദേവസ്ഥാനം ഗരുഡ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഭരണതന്ത്രജ്ഞനുമായ K ജയകുമാർ IAS ദക്ഷിണാമൂർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മൾ എങ്ങനെയാണോ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ
അഥവാ പരബ്രഹ്മത്തെ ഒരു ചെറിയ വിഗ്രഹത്തിൽ ആവാഹിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് നമ്മൾ എങ്ങനെയാണോ അപരിമേയമായിട്ടുള്ള ഈശ്വരനെ, ദൈവത്തിൻ്റെ അനന്തതയെ, അപാരതയെ ഒരു കൊച്ചു വിഗ്രഹത്തിൽ നമ്മൾ എങ്ങനെയാണോ ഉപാസിക്കുന്നത്, ആ വിഗ്രഹത്തെ കാണുമ്പോൾ ഈ അപാരതയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അഥവാ നമ്മൾ ഓർക്കണം, ഈ വിഗ്രഹമല്ല, ആ വിഗ്രഹം എങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന അപാരത, അഖണ്ഡത, അജയ്യത, അതാണ് ആരാധ്യം, അതാണ് ബ്രഹ്മം. അതിനെ പക്ഷെ കാണാനോ നമുക്ക് മെരുക്കിയെടുക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ട് മനുഷ്യ മനസ്സിന് സാധ്യമായ വിഗ്രഹാരാധന നമ്മൾ കൊണ്ടുനടക്കും. നേരത്തെ ഭദ്രദീപ പ്രോജ്വലനത്തോടെയാണ് ചടങ്ങുകൾ സമാരംഭിച്ചത്. ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ, വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് പത്മശ്രീ അനുരാധ പൊഡ്വാൾ, കവിത പൊഡ്വാൾ പാർട്ടിയുടെ ഭജൻ സന്ധ്യ നടന്നു. വലപ്പാട് പുത്തമ്പള്ളി UAE കൂട്ടായ്മയുടെ കുടുംബസംഗമം ദുബായ് മുഷ്രിഫ് പാർക്കിൽ നടന്നു. കൂട്ടായ്മ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, സെക്രട്ടറി റഷീദ് എ വീരാസൻ, ട്രഷറർ ബനീഷ് PB, വൈസ് പ്രസിഡന്റ് അഷ്റഫ് പണിക്കവീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ഷൈജു ബീരാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാസർ PH, ഇക്ബാൽ കൊക്രാണി, സലീം PK, മുഹമ്മദ് കടവിൽ, ജാഫർ PA, ലിയാഖത്ത് PM തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹലിൽ നമ്മുടെ UAE കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ കൂടിച്ചേർന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ്. കോവിഡിൻ്റെ ആ സമയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പരിപാടികൾ കൂടിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അൽഹംദുലില്ലാ അതിന് ശേഷം അതെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഒത്തുകൂടാൻ നമുക്ക് സാധിച്ചു. നമ്മളുടെ തൊട്ടടുത്ത ഉള്ള 19 കുടുംബങ്ങളോളം 19 പേരോളം ഇന്നത്തെ ചടങ്ങിലുണ്ട്. എല്ലാവരും കൂടി കാണാനും സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിച്ചതിൽ സന്തോഷം. നമ്മളുടെ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ പോട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കൂട്ടായ്മയുടെ കീഴിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിലും കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുറേ കുടുംബങ്ങളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന വേദിയിൽ കൂട്ടായ്മയുടെ കീഴിൽ നാട്ടിലും വിദേശത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വരുന്ന റമദാനിലും വിപുലമായ രീതിയിൽ ഇഫ്താർ സംഗമം നടത്തുവാനും തീരുമാനിച്ചു. വലപ്പാട് മഹല്ല് കമ്മിറ്റിയുടെ ഈ എന്താ പറയുക ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൽ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു പാളിച്ച കണ്ടതാണ്. കുറച്ച് ആളുകളുടെ പങ്കാളിത്തം കുറവ് കണ്ടു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഉദ്ദേശിച്ച രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. എന്നാലും വന്നവരെല്ലാവരും പരസ്പരം കുറേ നാളുകൾക്ക് കണ്ട സന്തോഷം പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൽ കാണുന്നത്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ തമ്മിൽ കാണാനുള്ള ഒരു അവസരമായിട്ട് ഈ കാര്യങ്ങളെടുത്ത് ഇനിയും നല്ല രീതിയിൽ നമ്മളുടെ സംഘടന നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ പഠിച്ചോളാം നമുക്ക് പ്രവർത്തിക്കാം. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് ശ്രീരാഗം നൃത്തസംഗീത വിദ്യാലയം, മണലൂർ ശ്രീ സൂര്യ നൃത്തസംഗീത വിദ്യാലയം, മണലൂർ നീലാഞ്ചനം നൃത്തസംഗീത വിദ്യാലയം, മണലൂർ നാട്ടരാജ നൃത്തസംഗീത വിദ്യാലയം എന്നിവയുടെ നൃത്തങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, ആദർശ് വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, സുധീർ പൊറ്റേക്കാട്ട്, MT തജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സംഘടനയായ ലെൻസ്ഫെഡ് നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം സ്വപ്നതീരം ശുചിയാക്കി. സുന്ദരമാക്കാം പ്രകൃതി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലെൻസ്ഫെഡ് നടത്തുന്ന പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിമ്പ്രം ബീച്ച് രാവിലെ 7 മണി മുതൽ ശുചിയാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി സൗഹാർദ്ദപരമായ സമീപനം കൈക്കൊള്ളുമെന്നും ലെൻസ്ഫെഡ് അഭിപ്രായപ്പെട്ടു. ലെൻസ്ഫെഡ് നാട്ടിക ഏരിയ പ്രസിഡന്റ് സുമോദ് എരഞ്ഞെഴുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ സെക്രട്ടറി നിമൽ TC ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി സുജിത് ES സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സജിൻ വെന്നിക്കൽ, ഏരിയ ഇൻചാർജ് ബിജു TS, ഏരിയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, സീനിയർ അംഗം KK മോഹനൻ, ബീച്ച് ഫെസ്റ്റിവൽ വർക്കിംഗ് ചെയർമാൻ ഷിബു നെടിയിരിപ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നാട്ടിക ഏരിയ ലെൻസ്ഫെഡ് അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഏരിയ ട്രഷറർ ഷെയ്സ് VD നന്ദി പറഞ്ഞു. വലപ്പാട് തിരുപഴഞ്ചേരി ക്ഷേത്രത്തിൽ 10ാം വേലയും ഭഗവതിക്ക് കളമെഴുത്തുപാട്ടും ചൊവ്വാഴ്ച നടക്കും. രാവിലെ മേളത്തോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, ക്ഷേത്ര പ്രദക്ഷിണം, കളംപാട്ടിന് കൂറയിടൽ, ഉച്ചപ്പാട്ട്, തുടർന്ന് കളം വരയ്ക്കൽ, വൈകിട്ട് സന്ധ്യാവേല, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, കുളംതൊഴൽ, കളംപാട്ട്, താലപ്പൊലി, എഴുന്നള്ളിപ്പ്, അരിയേറ് മേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ്, ഈടും കൂറും, കളപ്രദക്ഷിണം, കളം മായ്ക്കൽ, കളത്തിൽ ഗുരുതി തർപ്പണം, കുളപ്പൊടി പ്രസാദം നൽകൽ, കുറവലിക്കൽ എന്നിവയും നടക്കും. വാടാനപ്പള്ളി നടുവിൽക്കര ശ്രീ പുത്തിലത്ത് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ നട തുറക്കൽ, നിർമാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, തിരുവാഭരണം എഴുന്നള്ളിച്ചു വയ്ക്കൽ, ക്ഷേത്രങ്ങിന്റെ കാൽനാട്ടുകർമ്മം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നടത്തിയ പ്രസാദൂട്ടിൽ അനേകം ഭക്തർ പങ്കെടുത്തു. വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയുടെ കാവടി വരവ്, മിഡ്ലാൻഡ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാവടി, ശിങ്കാരിമേളം, ശിങ്കാരിക്കാവടി, നാദസ്വരം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി 10:30 ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്ര സെക്രട്ടറി വിജയൻ, രാജേഷ്, സുനിൽ, രാജു ചിറമ്പത്ത്, മദനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര ആൽഫ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസിന്റെ മുന്നോടിയായി കരോൾ പ്രോഗ്രാം നടത്തി. മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ആൽഫ ക്ലബ് പ്രസിഡന്റ് ആൽഡ്രിൻ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ, ക്ലബ്ബ് ഭാരവാഹികളായ ഡൈഗോ ദേവസി, പ്രിൻസ് തട്ടിൽ, സിജോ തട്ടിൽ, ഷാജു CS, ബിജു MT എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ഗുരുപൂജാനന്തരം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃതിജ്ഞ ഹോമം, മഹാസുദർശന ഹോമം, തൃഷ്ടുപ്പ് ഹോമം, അഘോര ഹോമം, കലശപൂജ, ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചന, സുബ്രഹ്മണ്യ പൂജ, ചിന്തുപാട്ട്, ഹനുമാൻ സ്വാമിക്ക് കലശാഭിഷേകം, വൈകിട്ട് ദീപക്കാഴ്ച, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി EK രാജൻ, സെക്രട്ടറി വിപിൻ സാഗർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചന, മഹാമാരുത ഹവനം, വൈകിട്ട് നാഗയക്ഷിക്ക് രൂപക്കളം എന്നിവയും നടക്കും.
നാട്ടിക AKG റോഡിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പരിക്കേറ്റ പടിയം സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ ജിതേന്ദ്രലാൽ 55 വയസ്സ്, തൃപ്പയാർ സ്വദേശി പുതിയ വീട്ടിൽ സയാദ് 20 വയസ്സ്, തൃപ്പയാർ സ്വദേശി കൊട്ടാരത്ത് വീട്ടിൽ ഷംസീർ 16 വയസ്സ് എന്നിവരെ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ വലപ്പാട് ദയ എമർജൻസി സെന്ററിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക സെന്ററിന് കിഴക്ക് ഭാഗം SN കോളേജ് ജംഗ്ഷനിൽ വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ സാജൻ, ശൈലേഷ്, ഭൂപേഷ് എന്നീ 3 യുവാക്കളെ തൃപ്പയാർ എക്സ് പ്രവർത്തകർ തൃശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. പീപ്പീസ് ഫിനാൻസിന്റെ രണ്ടാമത്തെ സ്ഥാപനം തളിക്കുളം പുത്തന്തോട് പടിഞ്ഞാറ് പ്രവർത്തനം ആരംഭിച്ചു. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന പീപ്പീസ് ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ 9ാം വയസ്സിലേക്ക് കടക്കുന്ന വേളയിലാണ് രണ്ടാമത് ബ്രാഞ്ച് തളിക്കുളം പുത്തന്തോട് പടിഞ്ഞാറുള്ള KB ടവറിൽ പ്രവർത്തനം തുടങ്ങിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ടം എന്ന് പണമിടപാട് സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ തന്നെയാണ്. അത്യാവശ്യം എല്ലാവരും സമ്പാദിക്കാനല്ല, എന്നാലും ജീവിക്കാനായിട്ട് സമ്പാദ്യം വേണം നമുക്ക് എല്ലാവർക്കും. അതിന്റെ ഭാഗമായിട്ട് എന്നാൽ എല്ലാവർക്കും ഒരേ സമയം സാമ്പത്തികമായിട്ട് ഒരേപോലെ സമ്പാദിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ഈ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്ന ആഭരണങ്ങൾ അത് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉപകാരപ്പെടുന്ന സമയത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് നമുക്കത് പണമായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ട സ്ഥാപനങ്ങളാണ്. എനിക്ക് ദിനേശ് ചേട്ടൻ പറഞ്ഞത് പ്രകാരം ഈ സ്ഥാപനം നമ്മളുടെ കയ്യിൽ നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ പലിശ ഈടാക്കുമ്പോൾ അതൊരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൂടി മധുചേട്ടനും കുടുംബവും ചെയ്യുന്നു എന്നറിയതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു ഉൾഭാഗത്താണ് കേട്ടറിഞ്ഞ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ആളുകൾ എത്തണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇവിടെ തുടങ്ങിയ കടകളൊന്നും മോശമല്ല. നാട്ടിൽ നിന്നുള്ള 2 സ്ഥാപനങ്ങളെയാണ് ദിനേശേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുള്ള് നാട്ടികക്കാരാണ്, കാരണം തൊട്ടടുത്തിന് അതിർത്തിയിലാണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുണപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് ഉണ്ടാകട്ടെ, അത് ജനങ്ങൾക്ക് സമാധാനപരമാകുന്ന ഒരു പലിശയിലും ഏതിലും ആകട്ടെ, നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകട്ടെ എന്ന് രണ്ടാമത്തെ ഫ്രാഞ്ചൈസി അല്ലത് ഫ്രാഞ്ചൈസി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യ അതിഥിയായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR ദാസൻ, PV സെന്തിൽകുമാർ, പീപ്പീസ് മാനേജിംഗ് ഡയറക്ടർ PP മധു എന്നിവർ സന്നിഹിതരായിരുന്നു. പണ്ടം പണയം, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി, ട്രാൻസ്ഫാസ്റ്റ്, ഫോട്ടോസ്റ്റാറ്റ്, കളർ പ്രിന്റ്, ലാമിനേഷൻ എന്നിവയും PPCയിൽ ലഭ്യമാണ്. മണലൂർ പോർത്തൂർ പോൾസന്റെ ഭാര്യ റെജി നിര്യാതയായി. 41 വയസ്സായിരുന്നു. ഇസ റോസ്, ജുവൽ റോസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിൽ. മണപ്പുറത്തിന്റെ മണ്ണിൽ ആവേശത്തിരയിളക്കി കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. സാംസ്കാരിക പൈതൃകം വിളിച്ചോതി ഘോഷയാത്ര.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊഡ്വാളും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആയുർവേദാചാര്യൻ ഡോക്ടർ കെ ജി രവീന്ദ്രനും ഏറ്റുവാങ്ങി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.